ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നിനക്കിപ്പ മനസ്സിലാവൂല ചെറുപ്പക്കാരാ. ഇപ്പൊ നിനക്ക് ആരോഗ്യത്തിന്റെ മഹത്വം മനസ്സിലാകൂല. അതാ ബദിയടുക്ക ഭാഗത്ത് ഞാൻ ഇന്നൊരു വീട്ടിൽ പോയി വന്നു. ഞാനൊരു കാഴ്ച കണ്ടു. ഓ ചെറുപ്പക്കാരാ, അറിയാതെ ഞാനങ്ങ് കരഞ്ഞുപോയി. ആ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്. റബ്ബേ, നീ അവൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. ആ പെൺകുട്ടിയുടെ കഴുത്തിന്റെ ഭാഗത്തൊരു വേദന ഉദിച്ചു. യുവാക്കളെ, ആരും രോഗത്തിൽ നിന്ന് നിർഭയരാകണ്ട. എനിക്കൊരു രോഗവും വരൂല എന്ന് കരുതണ്ട. നമുക്ക് ആശ്വസിക്കാം, റബ്ബിനോട് ദുആ ചെയ്യാം. റബ്ബേ, രോഗങ്ങൾ വ്യാപിച്ചിട്ടുള്ള കാലമാണ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഹാജിയാർ ഉപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനര ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങൾക്കോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാര്, ഭാര്യ സന്താനങ്ങള്, ശിഷ്യഗണങ്ങള്, സ്നേഹജനങ്ങള്, സഹായികള്, സഹകാരികൾ, ഒരാൾക്കും ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിൽ വെച്ച് നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. ഞങ്ങളെ കിഡ്നി തകരാറിലാക്കല്ലേ അല്ലാ, ഞങ്ങളെ ലിവർ തകരാറിലാക്കല്ലേ അല്ലാ. ഓ ചെറുപ്പക്കാരാ, ഇവിടെയും ഞാനതാ മഖാമിലങ്ങ് കയറി സിയാറത്ത് ചെയ്ത് ഞാനങ്ങ് പുറത്തേക്ക് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ കൈപിടിച്ചിട്ട് പറയുന്നു, ദുആ ചെയ്യണേ ഉസ്താദ്, കിഡ്നി ഫെയിലൂറായിട്ടുണ്ട്. ഏത് സമയത്ത് കിഡ്നി ഫെയിലൂറാകുമെന്ന് പറയാൻ പറ്റൂല. ലിവറിന് തകരാറ് വരുമെന്ന് പറയാൻ പറ്റൂല. ഏത് ഭാഗത്ത് ട്യൂമർ പിടികൂടുമെന്ന് പറയാൻ പറ്റൂല. റബ്ബേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഇതെല്ലാം ഞങ്ങളെ കൺമുന്നിൽ ദിനേന കാണുന്ന ഞാനും നിങ്ങളും. ഓ മരക്കപ്പുറത്തിരുന്ന് എന്റെ ബാല കേൾക്കുന്ന ഈമാനുള്ള സഹോദരിമാരെ, എന്റെ ജേട്ടത്തിമാരെ, അനുജത്തിമാരെ, നിങ്ങളെപ്പോലെ എത്രയോ പെൺകുട്ടികള് ട്യൂമർ ബാധിച്ച് മരണത്തെ കൺമുന്നിൽ നേരിട്ട് കണ്ട് കിടക്കുന്ന രംഗോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്ന് ബദിയടുക്ക ഭാഗത്ത് ഞാനൊരു വീട്ടിൽ കയറി നോക്കുമ്പോൾ അതാ കയറുന്നതിന് മുമ്പ് ആ വീട്ടിന്റെ പുറത്ത് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. അവന്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ആളല്ല, പക്ഷേ ഈ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്. എന്റെ ഭാര്യന്റെ കൂടെ പഠിച്ചവളാണ് ആ കുട്ടി. അവള് പേഷ്യന്റാണ്, രോഗിയാണ്. അവളെ കാണാൻ എന്റെ ഭാര്യക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഭാര്യയെയും കൂട്ടിയിട്ട് വന്നതാണ്. അകത്ത് ചെന്നു നോക്കിയപ്പോഴോ ആ വീട്ടിലെ ഉപ്പ കരയുന്നുണ്ട്. എന്നെ കണ്ടപ്പോഴേക്ക് കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. അവിടുന്ന് അതാ മോളെ കാണാൻ വന്ന കൂട്ടുകാരിയായ പെൺകുട്ടി ആ മോളെ അങ്ങ് കണ്ട് മടങ്ങിപ്പോകുമ്പോ ഈ രോഗിയായി കിടക്കുന്ന മോളെ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ ഞങ്ങൾ പോട്ടെ. സുബ്ഹാനല്ലാഹ്, ഇത് പറയേണ്ട താമസം. ഈ കുട്ടിയുടെ ബാപ്പ അതാ നന്നായി അങ്ങ് തൊടയിലങ്ങടിച്ച്. എന്തിനാണ് അത് അടിച്ചത് എന്നറിയോ? സ്വന്തം തൊടയിലങ്ങടിച്ചതാണ്. കരയാതിരിക്കാൻ, എന്റെ മുന്നിൽ കരച്ചിൽ പിടിച്ചു നിർത്താൻ സബർ ചെയ്യുകയാണ്. കാണാൻ കഴിയുന്നില്ല. എങ്ങനെ കഴിയും ഉപ്പമാരെ? സ്വന്തം മകൾ വീട്ടിൽ കഴിയുന്നു. അതേ, എന്നിട്ടോ ആ മകൾക്ക് ഏകദേശം 20 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അതാ നമ്മുടെ കർണാടകയുടെ തലസ്ഥാന ನಗರಿಯಾದ ಕರ್ನಾಟಕದ ರಾಜಧಾನಿಯಾದ ಬೆಂಗಳೂರಿನ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ದಾಖಲು ಮಾಡಿ ಚಿಕಿತ್ಸೆಯನ್ನು ಕೊಟ್ಟು ಫಲಕಾರಿಯಾಗದೆ ಮನೆಗೆ ಮರಳಿ ಬಂದಂತಹ ಮಗಳು ട്രീറ്റ്മെന്റ് കൊടുത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് മകളെ ഓപ്പറേഷൻ ചെയ്തത്. മടങ്ങി വന്നു. ഒരാഴ്ചയങ്ങ് പിന്നിട്ടപ്പോൾ
വീണ്ടും കഴുത്ത് ഭാഗത്ത് വേദന തുടങ്ങുന്നു. അതാ പെരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടർമാര് ബാപ്പാനോട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അതാ ട്യൂമർ ലെൻസിലോട്ടങ്ങ് കയറിയിട്ട് ലെൻസിനെ ഫുള്ളായി ഡാമേജ് ചെയ്തിരിക്കുന്നു. ഒരു ട്രീറ്റ്മെന്റും ഇനിയില്ല. അതുകൊണ്ട് മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. ആ മകൾക്ക് പടച്ചോന് എത്ര ആയുസ് നൽകിയിട്ടുണ്ടോ മോളെയും കണ്ടിട്ട് നിങ്ങൾക്കിരിക്കാം. ഞാൻ അവിടെ പോയി അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്തു വന്നു. എന്നാ നിങ്ങൾക്കറിയുമോ, അവിടുന്നൊരു രംഗം കണ്ടു. ആ കുട്ടിയങ്ങ് മുഖം അപ്പുറത്ത് തിരിഞ്ഞിരിക്കുകയാണ്. ആ കുട്ടിയുടെ മുഖമല്ല കണ്ടത്, ആ കുട്ടി അപ്പുറത്ത് തിരിഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബാപ്പ പറയുന്നു, ഉസ്താദേ ശ്വാസം വിടാൻ കഴിയണില്ല മകൾക്ക്, ലെൻസിനങ്ങ് ഡാമേജ് ആയതുകൊണ്ട് ശ്വാസം വിടാൻ കഴിയുന്നില്ല. ഇതാ കുട്ടി ഇങ്ങനെ ശ്വാസം വലിക്കുന്നു. എന്നാലും പെങ്ങളെ, കണ്ട കാഴ്ച ഞാനങ്ങ് കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞുപോയി. അതേ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടക്കുന്നു. എന്നിട്ടതാ ഇരിക്കുന്നു. മരണം മുന്നിൽ കാണുന്ന മോളാണ്. ഡോക്ടർമാര് കൈവിട്ട മകളാണല്ലോ. എന്നിട്ടോ ആ മകളോ നിസ്കാര കുപ്പായം ധരിച്ചിരിക്കുന്നു. ആ വെള്ളക്കുപ്പായം ധരിച്ച് കിടക്കുകയാണ്. എന്നിട്ടതാ നിസ്കാര സമയമായപ്പോ എണീറ്റ് നിൽക്കാൻ കഴിയില്ല, ശരീരത്തിന് ശക്തിയില്ല, ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല. ആകെ ഒരു ലിക്വിഡ് മെഡിസിനാണ് അകത്തോട്ട് കയറ്റുന്നത്. അതുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, നടക്കാനുള്ള ശേഷിയില്ല, വല്ലാത്ത നിത്രണമാണ്. പക്ഷേ ആ മകളോ നിസ്കാര കുപ്പായം അങ്ങ് ധരിച്ച് അതാ ഇരുന്നു കൊണ്ട്, മരണത്തെ കൺമുന്നിൽ കാണുന്ന മകള് ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. ഞാൻ അവിടുന്ന് ദുആ ചെയ്തു, റബ്ബേ, ഇത്രയും അശക്തയായി കഴിയണ സമയത്ത് പോലും നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ മറന്നില്ലല്ലോ റബ്ബേ ഈ മോള്. അതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും അത്ഭുതകരമായ നിലക്ക് നിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ ശിഫാ കൊണ്ട് ഈ മോളെ നീ ഒന്ന് സുഖപ്പെടുത്തണേ അല്ലാ. തൗഫീഖ എന്ന് പേരുള്ള മകൾക്ക് നല്ല ആരോഗ്യമുള്ള ജീവിതം നൽകണേ അല്ലാ. ആ നല്ല ആരോഗ്യമുള്ള പഴയകാല ജീവിതത്തേക്ക് മടക്കിക്കൊണ്ടുവരണേ അല്ലാ.